നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷം. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും രൂപരേഖ മാറ്റവും. പെരിഞ്ഞനം ബീച്ചിൽ കടൽക്ഷോഭം, മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് നാശനഷ്ടം. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ സന്ദേശവുമായി ഞായറാഴ്ച ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. തൃപ്രയാർ താന്യം സെൻറ് പീറ്റേഴ്സ് ഇടവകയിൽ ശനിയാഴ്ച രാത്രി നടന്ന ഉയിർപ്പ് തിരുക്കർമ്മങ്ങൾക്ക് മേരിമാത മേജർ സെമിനാരി ഡയറക്ടർ ഫാദർ സൈജോ തൈക്കാട്ടിൽ നേതൃത്വം നൽകി. പാതിര കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റി ഉയിർപ്പ് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു കുരിശിലേറിയ ശേഷം മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോയമ്പ് ആചരണത്തിൻ്റെ അവസാനം കൂടിയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനമായ ഈസ്റ്റർ. ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ശേഷം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ്ലീഹായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാളിൻ്റെ കൊടിയേറ്റവും നടന്നു. ഫാദർ സൈജോ തൈക്കാട്ടിലും ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടിനും തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ലോറൻസ് അറക്കലും കൂടി കൊടിയേറ്റ ചടങ്ങ് നിർവഹിച്ചു. തുടർന്നുള്ള നവനാൾ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 5, 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഏപ്രിൽ 5 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയും ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തും. ഏപ്രിൽ 6 ശനിയാഴ്ച രാവിലെ 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ ഭവനങ്ങളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പും വൈകിട്ട് 6:30 ബാൻഡ് ടീം ഏഞ്ചൽ വോയ്സ് ആമ്പല്ലൂരും മെലഡി വോയ്സ് തിരൂരിൻ്റെയും നേതൃത്വത്തിൽ രാത്രി അമ്പ് ആരംഭിച്ച് രാത്രി 10 അമ്പ് സമാപനവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും. ഏപ്രിൽ 7 തിരുനാൾ ദിനത്തിൽ രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈരളി ചാലക്കുടി അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യമേളവും വർണ്ണശബളമായ ഫാൻസി വെടിക്കെട്ടും ഉണ്ടായിരിക്കുമെന്ന് ഇടവക PRO ജെയിംസ് അരിമ്പൂർ പല്ലൻ അറിയിച്ചു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ പുതുക്കി വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആചരിച്ചു. ശനിയാഴ്ച രാത്രി നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജനസ് തട്ടിൽ മുഖ്യ കാർമ്മികനായി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ദൃശ്യാവിഷ്കരണവും തുടർന്ന് പ്രദക്ഷിണവും നോമ്പുവീടൽ ചടങ്ങും നടന്നു. കൈക്കാരന്മാരായ ഫെന്നി ഫ്രാൻസിസ്, ANG ജെയ്ക്കോ, ഷാജി ചാലിശ്ശേരി, ബ്രദർ നിതിൻ തട്ടിൽ, AB ഫ്രാൻസിസ്, KJ ഗോഡ്വിൻ, ക്ലിൻസ് പോൾസൺ, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ,
കാർമൽ കോൺവെന്റ് സിസ്റ്റേഴ്സ്, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അവിടെ ദൈവമായിരിക്കുക സമാനത മുറിപ്പിടിക്കേണ്ട കാര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസനായി മുന്നിൽ അവതരിച്ചു. അതെ, കുരിശുമരണത്തോളം കീഴ്വഴങ്ങി, തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയപ്പോൾ ദൈവപിതാവ് ആ നാമത്തെ ഉയർത്തി എല്ലാ നാമങ്ങളെയും ഉപരിയായ ഒരു നാമമായിട്ട് അവിടുത്തെ നാമത്തെ ഉയർത്തി. പൗലോസ് നമ്മോട് പറയുകയാണ്, ആരൊക്കെ ഈ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നുവോ അവരെല്ലാം രക്ഷപ്രാപിക്കുന്നു. പഴുവിൽ സെയിൻറ് ആൻ്റണീസ് ഫെറാന പള്ളിയിൽ ശനിയാഴ്ച രാത്രി ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുവിൻ്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജീസസ് യൂത്ത് അംഗങ്ങൾ ദേവാലയത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കല്ലറയിൽ നിന്ന് ഉയർത്ത് ആകാശത്തേക്ക് ഉയർന്നു വരുന്ന യേശുദേവൻ്റെ ദൃശ്യാവിഷ്കാരം ഉയിർപ്പ് തിരുക്കർമ്മങ്ങളുടെ മുഖ്യ ആകർഷണമായി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സമൂഹ നോമ്പുതുറയും നടന്നു. ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, ഓഫീസ് ജീവനക്കാർ, യൂണിറ്റ് ഭാരവാഹികൾ, ഭക്തസംഘടനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ഇടവകയിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ സ്മരിച്ചുകൊണ്ട് ഈസ്റ്റർ ആഘോഷിച്ചു. ശനിയാഴ്ച പാതിരയ്ക്ക് നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്കും ഉദ്ധിതനായ യേശുവിൻ്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളി ചുറ്റിയുള്ള തിരുപ്രദക്ഷിണത്തിനും ആഘോഷമായ ദിവ്യബലിക്കും വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രത്യാശയുടെ പ്രതീകമായ ഈസ്റ്റർ മുട്ട വിതരണവും നടന്നു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കൈക്കാരന്മാരായ ജോസ് എടക്കളത്തൂർ, ജോസഫ് പെരുമാടൻ, ഹൈസൻ താണിക്കൽ, ദർശന സഭാംഗങ്ങൾ, PRO ജോയ്, CT തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ നാട്ടിക സെൻറ് ജൂഡ് ദേവാലയത്തിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ഞായറാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ, ഫാദർ ചെറിയാൻ മാളിയേക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ഈസ്റ്റർ സന്ദേശം, നോമ്പുവീടൽ എന്നിവയും നടന്നു. കൈക്കാരന്മാരായ ആൻ്റണി KA, റോബിൻ CP, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ റോബിൻ CJ, ഡിക്സൺ KG എന്നിവർ നേതൃത്വം നൽകി. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റർ ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ച് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ. കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വട്ടയപ്പം മുറിച്ച് ഈസ്റ്റർ ആഘോഷം നടത്തി. ആൽഡ്രിൻ ജോസ്, ഡാൾട്ടൻ ദേവസി, ഡൈഗോ ദേവസി എന്നിവർ പ്രസംഗിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എല്ലാ പ്രോഗ്രാമും നടത്താറ്. പക്ഷേ എൻ്റെ ഏതൊരു ആഘോഷം ഉണ്ടെങ്കിലും ഇവിടെ ഈ ആഘോഷം തുടങ്ങുന്നത് നമ്മുടെ ഈ അമ്മമാരുടെ കൂടെയാണ്. കാരുണ്യ വൃദ്ധസദനത്തിൽ നമ്മുടെ അമ്മമാരോടൊപ്പമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഇപ്പോൾ ഇവിടെ ഈസ്റ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംസാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ആഘോഷമായാലും നമ്മളിവിടെ
ഇത് തുടക്കം വയ്ക്കുന്നത് നമ്മുടെ അമ്മമാരോടൊപ്പമാണ്. അത് ഈ വർഷവും പതിവ് തെറ്റിക്കാതെ എനിക്ക് എത്താൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയാണ്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഒന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തന ഉദ്ഘാടനവും രൂപരേഖ കൈമാറ്റവും അനുജ്ഞാ ചടങ്ങുകളും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങളത് ചെയ്യും എന്ന് ആ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. 5 വർഷക്കാലം നമ്മളുടെ മുന്നിലുള്ളത് വലിയ ദീർഘമായൊരു കാലാവധിയല്ല. ഇനിയുള്ള രാപ്പകലുകൾ നമ്മൾക്കൊരേ ലക്ഷ്യമാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും എന്നൊരു പ്രതിജ്ഞ. ആ പ്രതിജ്ഞയ്ക്കുള്ള പ്രയാണമാണ് ഇനിയുള്ള നാളുകൾ. ഇതിന് ഏറെ സന്തോഷം പകരുന്നതാണ്. ഈ അമ്മയുടെ കൈകളിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാതം ഏറെ നിർവൃതി പൂണ്ടതായി ഞാൻ കരുതുകയാണ്. മാതൃസമിതിയുടെ ആ അമ്മ തൻ്റെ വിറയാർന്ന കൈകളാൽ ചില്ലറ പൈസകൾ സ്വരൂപിച്ച് അതും കൂട്ടിത്തന്ന് ഭഗവാന്റെ ഈ നിർമ്മിതിയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുകയാണ്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് അധ്യക്ഷനായി. ഉപദേശക സമിതി സെക്രട്ടറി എം.എൻ. സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി. സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ, ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ, മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി എൻ സ്വപ്ന, എം കെ ബാബുരാജ്, ലതീഷ് മേനോൻ, എ ബി ജയപ്രകാശ്, എൻ ഐ രാധാകൃഷ്ണൻ, ഇ സി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണത്തിലേക്കുള്ള ആദ്യ സംഭാവന സ്വീകരിക്കലും തേക്കുമരങ്ങൾ സംഭാവന നൽകിയവരെയും റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയവരെയും ആദരിക്കലും നടന്നു. നാട്ടിക ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും ഇഫ്താർ സംഗമവും നടത്തി. സന്ദർശനത്തിനോടനുബന്ധിച്ച് ചേർന്ന പ്രത്യേക ഡയറക്ടർ ബോർഡിൽ നാട്ടിക ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് ചാരിറ്റി പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ യോഗത്തിൽ പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പവിത്രൻ ഇയാനി ആമുഖ പ്രസംഗം നടത്തി. സെക്രട്ടറി വാസൻ കോഴിപ്പറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ആർ ഐ സക്രിയ, ഏരിയ ചെയർപേഴ്സൺ സീമ സക്രിയ, ക്ലബ്ബ് അഡ്വൈസർ മാധവ് മേനോൻ, രവി വടക്കൻ, പ്രേംലാൽ ഇയാനി, സി ആർ സുന്ദരൻ, രാധാകൃഷ്ണൻ, ഇ എൻ ആർ കൃഷ്ണൻ, ബിജു, എം കെ ഉണ്ണികൃഷ്ണൻ, അക്ബർ അലി, ഹനീഫ മനോജ്, ഷാനവാസ്, ഇ എൻ ആർ സ്വാമൻ, നാട്ടിക ലയൺസ് ക്ലബ്ബ് ട്രഷറർ മനോജ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തന്നെ വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നിരുന്നു കഴിഞ്ഞാലും സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് നാട്ടികയിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മാസ്മരവലയം തീർത്തുകൊണ്ടിരിക്കുന്ന നാട്ടിക ലയൺസ് ക്ലബിന്റെ എല്ലാ മെമ്പർമാർക്കും ഡിസ്ട്രിക്റ്റിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ പലതരത്തും പറയാറുള്ളതാ, വീണ്ടും പറയാ, കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരികയും മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുകയും ചെയ്യുന്ന ജീവിതമെന്ന നമ്മുടെ യാത്രയില് നിങ്ങൾ നടന്നു വന്ന വഴികളില് എവിടെയൊക്കെ നിങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങളുടെ കാൽപ്പാടുകൾ പതിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. ഗവർണറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും നടന്നു. അന്തിക്കാട് പടിയം സംഗീത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 48ാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളിയിൽ ശങ്കരനാരായണൻ ഭാര്യ സത്യഭാമ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും എരണേഴത്ത് വാസുദേവൻ മകൻ ചിത്തരഞ്ജൻ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനു വേണ്ടിയുള്ള 24ാമത് സെവൻസ് ഫുട്ബോൾ മത്സരം ഞായറാഴ്ച മുതൽ ഏപ്രിൽ 7 വരെ കൊച്ചിപ്പാടം ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രൗൺ എഫ് സി മുപ്പത്തടം ആലുവയും ഓർബിറ്റ് അബുദാബി എടപ്പാളും തമ്മിലും ഏപ്രിൽ 1 ഗ്രിഫിൻസ് എഫ് സി തൃശ്ശൂരും അൽഷാബ് ഇന്ത്യൻ പ്ലാബോയ്സ് കോഴിക്കോടും ഏപ്രിൽ 2 കാളിദാസ തൃശ്ശൂരും അൽസാൽ എഫ് സി ചാലക്കുടിയും 3 ലബാമ്പ മാളയും പെരിയാർ റൈസ് കാലടിയും തമ്മിൽ ഏറ്റുമുട്ടും. ഏപ്രിൽ 4 ഒന്നാം സെമിയും 5 രണ്ടാം സെമിയും നടക്കും. ഏപ്രിൽ 6 വനിതാ മത്സരത്തിൽ എൻഫീൽഡ് എഫ് സി അയ്യന്തോളും എഫ് സി കാലിക്കറ്റും മാറ്റുരയ്ക്കും. ഏപ്രിൽ 7 നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വിജയികൾക്ക് അഡ്വക്കേറ്റ് എ യു രഘുനാഥ പണിക്കർ സമ്മാനദാനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരാഗ് എരണേഴത്ത്, ഖജാൻജി റിനീഷ് ചന്ദ്രൻ, പി ജെ റിജിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇടവേള. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. സുനിശ്ചിത വിജയത്തിന്റെ തുടർച്ചയുമായി ITDC വലപ്പാട് പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന എക്സ്പേർട്ട് ട്യൂഷൻ LKG മുതൽ +2 വരെ എല്ലാ സബ്ജക്റ്റുകൾക്കും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ് കൂടാതെ റിവിഷൻ ക്ലാസുകളും മോഡൽ എക്സാമുകളും. പഠനത്തിൽ പിറകിലായ കുട്ടികൾക്ക് ഞങ്ങളുടെ ബ്രിഡ്ജ് കോഴ്സിലൂടെ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ പ്രത്യേക കോച്ചിംഗ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഗ്രാമർ ക്ലാസുകൾക്കൊപ്പം ഈ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനും പഠിപ്പിക്കുന്നു. 90+ മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ITDCയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്യൂഷനുകൾക്കൊപ്പം കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങി നിരവധിയായ മറ്റു വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം. ഇനി കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ആശങ്ക വേണ്ട. ITDC എബോവ് പോസ്റ്റ് ഓഫീസ്, വലപ്പാട്. Archana Silks, Triprayar. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ
ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം ബീച്ചിൽ കടൽക്ഷോഭത്തെ തുടർന്ന് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു കടൽക്ഷോഭം രൂക്ഷമായത്. പെരിഞ്ഞനത്തെ സമിതി ബീച്ചിൽ തീരത്തേക്ക് അടിച്ചു കയറിയ കടൽ ജലം വലകളെയും വഞ്ചികളെയും കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ വഞ്ചികൾ കേടുകൂടാതെ തിരികെ കരയിലെത്തിക്കാൻ കഴിഞ്ഞു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വലിയ വലയുൾപ്പെടെ കടൽക്ഷോഭത്തിൽ പെടുകയായിരുന്നു. വലകൾ ചെളിയിൽ അകപ്പെട്ടാൽ പിന്നെ കേടുകൂടാതെ തിരികെ ലഭിക്കുന്നതിനും പ്രയാസമായിരിക്കും. പെരിഞ്ഞനം ആറാട്ടുകാവിലും സമാനമായ വിധത്തിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടു. എങ്കിലും ഇവിടെ അറപ്പത്തോട് വഴിക്കാണ് കടൽ ജലം കരയിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വൈകുന്നേരമായിട്ടും കടലേറ്റത്തിന് കുറവ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ആശങ്ക ഉണർത്തുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ ഇവിടെ പുറംകടലിൽ വീശിയ ചുഴലിക്കാറ്റാകാം ഈ പ്രദേശത്ത് മാത്രം കടൽക്ഷോഭം അനുഭവപ്പെടാനുണ്ടായ കാരണമെന്ന് അനുമാനിക്കുന്നതായി മത്സ്യത്തൊഴിലാളിയായ പ്രവീൺ കളപ്പുരയ്ക്കൽ പറയുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ കടലിൻ്റെ ഒരു ക്ഷോഭമാണിത്. ഏതാണ്ട് 70ഓളം പേർ ഇവിടെ ഇരുന്ന് ഏതാണ്ട് 15 ദിവസമായിട്ട് ഒരു വള്ളത്തിൻ്റെ, അതായത് 60ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി ഒരു വള്ളത്തിൻ്റെ വല നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 15 ലക്ഷം രൂപയോളം ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ട് ഇവർക്ക്. അതിന് കൃത്യമായിട്ട് സർക്കാരോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പോ അതിനുള്ള കാര്യങ്ങൾ കാണിച്ച് അവർക്കുള്ള ധനാശ്വാസമോ സഹായങ്ങളോ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതായത് 60ഓളം കുടുംബങ്ങൾ ഇനി പട്ടിണിയുടെയും വറുതിയുടെയും ദിവസങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അതിന് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ ഗവൺമെൻറ് ചെയ്തു തരണം. ഒരു 10-60 പേര് മേലെ പഴത്തിരുന്നാണ്. പെട്ടെന്നാണ് ഒരു വെള്ളം കെട്ടുണ്ടായത്. പെട്ടെന്ന് ഇപ്പോൾ പണി നിർത്തി വെച്ചാൽ വല വലിച്ചൊക്കെ ഉണ്ടാകുന്നു. വല ഉണ്ടായിരുന്ന കുറച്ച് ഫ്ലോട്ടും വെയിറ്റൊക്കെ പോയിട്ടുണ്ട്. ഫ്ലോട്ടൊക്കെ ഒഴുകി പോയി. ഇപ്പോൾ അതിനിപ്പോൾ അതൊക്കെ എവിടെയൊക്കെയാണ് പോയെന്നൊരു പിടുത്തില്ല ഞങ്ങൾക്ക്. നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റുന്നത് ഇത് കണ്ടാലും ഏകദേശം ഇപ്പോൾ വലിച്ചു കൂടിയിട്ടിരിക്കുകയാണ് വലെല്ലാം. ഇതിപ്പോൾ ഉണങ്ങാണ്ട് പിടിക്കണമെന്ന് ചെയ്യാൻ പറ്റില്ല. പണി വന്ന് ഇപ്പോൾ പണി ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇത് മാറാണ്ട് വെള്ളം മാറാണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. ഈ ഇട്ടിരുന്ന വെയിറ്റും സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി വൃത്തിയിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഉരുട്ടിരുന്നതാണ് വെയിറ്റും സാധനങ്ങളൊക്കെ 1 കിലോ കിട്ടുന്ന കാശ്. അതിങ്ങനെ അത് തന്നെയല്ല, ഇനി വല വലിച്ചിട്ട് ഉണക്കാനുള്ള ചെള്ളയും വെള്ളം കൂടിയാണ് കയറിയിരിക്കുന്നത്. അത് പുതിയ വല കുറേ വെച്ച വലകളാണ്, പുതിയതാണ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന അത് വലിച്ച് മാറ്റാനോ പിടിക്കാനോ ഒന്നിനും സാധ്യതയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. 2 മാസത്തോളം പട്ടിണിയിൽ കഴിയുന്ന തൊഴിലാളികൾക്കാണ് ഇപ്പോൾ അവരുടെ വിലപിടിപ്പുള്ള വലകൾക്ക് നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. ഇ ടി ടൈസൺ MLAയും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളും സ്ഥലം സന്ദർശിച്ചു. വിശുദ്ധ റമളാൻ ദാർശനികതയുടെ വെളിച്ചം എന്ന ശീർഷകത്തിൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റമളാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് വാടാനപ്പള്ളി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി. വാടാനപ്പള്ളി മദാർ കോൺഫറൻസ് ഹാളിൽ നടത്തിയ നോമ്പുതുറയിൽ വ്യാപാരികൾ, ഡ്രൈവർമാർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സർക്കിൾ പ്രസിഡന്റ് ഹംസ മുസ്ലിയാർ, സർക്കിൾ ജനറൽ സെക്രട്ടറി അൻവർ ഹുസൈൻ ഹാജി, ഫൈനാൻസ് സെക്രട്ടറി A ഹസൻ, സോൺ അഡ്മിൻ സെക്രട്ടറി KS സലീം, സർക്കിൾ വൈസ് പ്രസിഡന്റ് PM ഹംസ ഹാജി, സ്വാലിഹ്, ഖാലിദ് ഉമർ ഖാലി, MK മുഹമ്മദ് അലി മൊയ്തീൻ പള്ളി, SYS വാടാനപ്പള്ളി സർക്കിൾ സെക്രട്ടറി ഷഹീർ ഉസ്താദ് എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. ഹരിതകർമ്മ സേന തൊഴിലാളി യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വലപ്പാട് KC വാസു സ്മാരക ഹാളിൽ നടന്ന കുടുംബ സംഗമം CPIM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സജിത നവാസ് അധ്യക്ഷത വഹിച്ചു. CATU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K തോമസ്, ഏരിയ സെക്രട്ടറി കല, ഏരിയ ജോയിന്റ് സെക്രട്ടറി പ്രസീത ബ്രഷ്ണോവ് എന്നിവർ സംസാരിച്ചു. രാജീവ് ഉല്ലാസൻ, നസീമ K, തങ്കമണി ചന്ദ്രൻ, രേഷ്മ ഷൈജൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇവിടെ പെട്രോളിനും ഡീസലിനും വില അതീവ വർധനമാണ്. രാജ്യത്ത് വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റമെല്ലാം പിടിച്ചു നിർത്താൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഞങ്ങൾ താഴ്ത്തിക്കൊണ്ടു. ഇവിടെ ഇരിക്കുന്ന ഹരിതകർമ്മ സേനയിലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സഹോദരന്മാരും ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ സഹോദരിമാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടാകാം.
മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാകാം. ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവിന്റെ വീട്ടിലേക്ക് 50 രൂപയ്ക്ക് പെട്രോളും ഡീസൽ കൊടുത്തോ? RSS കൊടുത്തില്ലല്ലോ. കാഞ്ഞാണി ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതിയിലേക്ക് 2024 മാർച്ച് 24 നടന്ന തെരഞ്ഞെടുപ്പിൽ സമാജം സംരക്ഷണ സമിതിയുടെ പാനലിൽ മത്സരിച്ച 15 സ്ഥാനാർത്ഥികളും വിജയിക്കുകയും ഇവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാരവാഹികളെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട്, സെക്രട്ടറി രതീഷ് കൂനത്ത്, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ ചുള്ളിപ്പറമ്പിൽ, ട്രഷറർ ജയപ്രകാശൻ പണ്ടാരൻ, കെട്ടിടം കുറി ഇൻചാർജ് വേണുഗോപാൽ ചേർത്ത് എന്നിവരെയാണ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഉപദേശക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. പ്രകടന പത്രിക പ്രകാരം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ശ്രീ ചിദംബരം ക്ഷേത്രം പുതുക്കിപ്പണിയും സമാജം അംഗങ്ങളുടെ സഹകരണ സംഘം രൂപീകരിക്കും. അംഗങ്ങളിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കും. കരകളുടെ പുനർനിർണയം കരക്കാരുമായി കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. റോഡിൻ്റെ വികസനം കഴിഞ്ഞതിന് ശേഷം കാഞ്ഞാണി കെട്ടിട സമുച്ചയം പുതുക്കിപ്പണിയും. ഗുരുദേവ മന്ദിരം പുതുക്കിപ്പണിയും. കരയിലെ നിർധനരായ അംഗങ്ങൾക്ക് പെൻഷൻ നൽകുവാനുള്ള നടപടി സ്വീകരിക്കും. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള മൈതാനം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കും. അംഗങ്ങളായ വനിതകൾക്ക് ചെറുകിട വ്യവസായം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യും. +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട വിവിധ കോഴ്സുകൾ ആരംഭിക്കും. ഭീമമായ വൈദ്യുതി ബിൽ ഒഴിവാക്കാനായി സോളാർ പാനൽ സ്ഥാപിക്കും. LKG, UKG 1ാം ക്ലാസ് മുറികളിൽ AC മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കും. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും. അന്തിക്കാട് പ്രീ പ്രൈമറി സ്കൂളിൽ അത്യാധുനിക സൗകര്യത്തോടെ പ്ലേ സ്കൂൾ ആരംഭിക്കും എന്നീ 13 പദ്ധതികളും നടപ്പിലാക്കുമെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ ധനേഷ് മടത്തിപ്പറമ്പിൽ, ട്രഷറർ സുനിൽകുമാർ കുറുവങ്ങാട്ടിൽ, ജോയിന്റ് കൺവീനർ റെന്നി പള്ളിയിൽ, ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന കൊടിയേറ്റത്തിന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സൗരവ് പഴങ്ങാമ്പറമ്പ്, ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, ട്രഷറർ ഷാജി കുറുപ്പത്ത്, ഇ രമേശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മങ്ങാട്ടുകര വട്ടുകുളങ്ങര ചെത്തിക്കാട്ടുകാവിൽ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ പരിപാടികളുടെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അഷ്ടനാഗക്കളം നടന്നു. രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ മുത്തപ്പൻ കളം, വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് കളവും നടന്നു. തോറ്റമ്പാട്ട് മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമി കളം, തുടർന്ന് ഘണ്ടാകാരണൻ സ്വാമി കളം, വൈകിട്ട് ദേവി കളവും ഉണ്ടായിരുന്നു. വലപ്പാട് അടിപ്പറമ്പിൽ നാഗയക്ഷിക്കാവിൽ കളമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ശുദ്ധികലശം, പറയെടുപ്പ്, നാഗക്കളം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് യക്ഷിക്കളം, തിരുവാതിരക്കളി, അർച്ചന
രാത്രി ചിന്തുപാട്ട്, തുടർന്ന് ഭൂതക്കളവും നടന്നു. രാവിലെ നടന്ന കൂറയിടൽ ചടങ്ങിന് AR ദിവാകരൻ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക കലാസന്ധ്യ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യന്റെ മനസ്സിലെ മുറിവുകളെയും വ്യതകളെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന പുണ്യ സങ്കേതങ്ങൾ കൂടിയാണവ. ഉത്സവങ്ങളോടനുബന്ധിച്ച താന്ത്രിക ചടങ്ങുകളും അതുപോലെ തന്നെ മറ്റ് അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നതിനും എല്ലാവരുടെയും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ശ്രേഷ്ഠവും സമ്പന്നമായ സമൂഹത്തെയും സംസ്കാരത്തെയും വാർത്തെടുക്കുക തന്നെയാണ് എല്ലാ ആരാധനാലയങ്ങളുടെയും ലക്ഷ്യം തന്നെ. ഭാരതീയ സംസ്കാരം പകർത്തു നൽകുന്ന അക്ഷയഖനികളായ ക്ഷേത്രങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ആരോഗ്യകരമായ എല്ലാ മേഖലകളുടെയും സംഗമ വേദി കൂടിയാണ്. ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, ട്രഷറർ ഷാജി കുറുപ്പത്ത്, E. രമേശൻ, സജയ് വിജയൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണൻ 1950 ജനുവരി 26 നയിച്ച പൗരസ്വാതന്ത്ര്യത്തിനും പോലീസ് നരനായാട്ടിനുമെതിരെ മതിലകം പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്ത് മൃഗീയ പോലീസ് മർദ്ദനത്തിന് ഇരയായ KC വേലായുധൻ്റെ 31ാം വാർഷിക ചരമദിനം CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KC വേലായുധൻ്റെ വസതിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമായി ആചരിച്ചു. അനുസ്മരണ യോഗത്തിൽ CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ് ആമുഖ പ്രസംഗം നടത്തി. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സഖാക്കളുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ഈ സമയം ഉദ്ദേശിക്കുന്നതേയില്ല. അത്യന്തം അപകടകരമായ രൂപത്തിൽ ഇന്ത്യയിലെ ഭരണക്രമം മാറിക്കഴിഞ്ഞു. പാർലമെന്റ് ഏത്, ക്ഷേത്രം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, പ്രധാനമന്ത്രി ആര്, മതപുരോഹിതൻ ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മതവും ജനാധിപത്യ അധികാര സ്ഥാപനങ്ങളും ഒന്നുചേർന്ന് നിൽക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. VC കിഷോർ, PK ശശിധരൻ, ER ജോഷി, KC വേലായുധൻ്റെ മകൻ KV ഹിരൺ, VK ജയപ്രകാശൻ, KC ഇന്ദുലാൽ എന്നിവർ സംസാരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ സുജിന്ത് പുല്ലാട്ട്, കണ്ണൻ വലപ്പാട്, മുബീഷ് പനക്കൽ, വിനു പട്ടാലി, സീന കണ്ണൻ, വസന്ത ദേവലാൽ കൂടാതെ KC വേലായുധൻ്റെ മൂത്ത മകൻ രവീന്ദ്രൻ, ശർക്കര സുനിൽ, TMC ശിവരാമൻ, TS ചന്ദ്രൻ, VC ശിവദാസ്, KV സുനിൽ, TMC രാജൻ, UV രാധാകൃഷ്ണൻ, നിഷ സുനിൽ, സുഗന്ധി ഉല്ലാസ്, ലളിതാബായ്, MT ബാബുരാജ്, ഗംഗാധരൻ VR, പ്രഭ തുടങ്ങിയ ഒട്ടനവധി പേർ അനുസ്മരണ യോഗത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷം. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 1ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും രൂപരേഖ മാറ്റവും.
പെരിഞ്ഞനം ബീച്ചിൽ കടൽക്ഷോഭം, മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് നാശനഷ്ടം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.